ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മൾ ഓഫർ സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാ മന്തും നമ്മൾ അവസാനം ആകുമ്പോഴത്തേക്കും ഓഫറുകൾ ഇടാറുള്ളതാണ്. അത് എന്തിനാ ഇടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് ഫ്രീ റീഡിങ്സ് അല്ലെങ്കിൽ എമൗണ്ട് കൂടുതലാണെന്ന് പറഞ്ഞ് വരുന്ന ആളുകളുണ്ട്. സോ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഓഫർ ഇടുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് അതേപോലെ തന്നെ നമ്മൾ ഓഗസ്റ്റിലായിരുന്നു അവസാനമായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്, സെപ്റ്റംബറിൽ ഇട്ടിട്ടില്ല. ഓക്കെ, അപ്പം ഈ മന്ത് നമ്മളൊരു 10 ഡേയ്സ് മാത്രമേ ഓഫർ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോകാം. വളരെ പോസിറ്റീവായിട്ട് ഇരിക്കുക. നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം മനസ്സിലേക്ക് കൊണ്ടുവരിക. റിപ്പീറ്റ്ലി ആലോചിക്കുക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. കറൻറ്റ് ഫീലിങ്സ് ആണ്. കിങ് ഓഫ് പെൻറ്റക്കിൾ വന്നിട്ടുണ്ട്. കറൻറ്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾ വന്നിട്ടുണ്ട്. കിങ് ഓഫ് പെൻറ്റക്കിൾ ഉണ്ട്, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾ ഉണ്ട്. 3 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. കിങ് ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. 8 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. സോ ഇത്രയും കാർഡ്സ് നമുക്ക് ആദ്യം നോക്കാം. ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റക്കിളും കിങ് ഓഫ് പെൻറ്റക്കിളും ആണ് ആദ്യം വന്നിട്ടുള്ളത്. നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് ഫീലിങ്സ് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇടയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട്. ഇഷ്യൂസ് ഉണ്ടാവാനുള്ള റീസൺ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. സോ നിങ്ങൾ ഇതെല്ലാം നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. സോ അവരത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പം ഒരു വെൽത്തി ആയിട്ടിരിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് നിങ്ങളുടെ പേഴ്സൻ്റെത്. ഈ പേഴ്സണ് നിങ്ങളിൽ വളരെയധികം സെക്യൂർഡ് ആയിട്ട് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ തോന്നുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ കൂടെ കൂടിയപ്പോഴാണ് സക്സസ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ അവർ കുറേ ഡിസിപ്ലിൻ പഠിച്ചിട്ടുള്ളത്. ആൻഡ് അവർ ജെനുവൻ ആയിട്ടുള്ളത്, സ്നേഹം ഒക്കെ പഠിച്ചതും സ്നേഹത്തിൻ്റെ കാര്യത്തിൽ ജെനുവൻ ആയതൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വന്നപ്പോഴാണെന്നുള്ളത് കാണുന്നുണ്ട്. സോ ഇത് അവരുടെ ഒരു ഫീലിങ്സ് നോക്കുന്ന സമയത്ത് ഇതൊക്കെ ഇവർ മനസ്സിലാക്കി എടുക്കുകയാണ്. ഓക്കെ, ഇതൊക്കെ നിങ്ങളിപ്പം മാറി നിൽക്കുന്നവരാണ്, അല്ലെങ്കിൽ ഇപ്പം റിലേഷൻഷിപ്പ് കണ്ടിന്യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിലും അവരതൊക്കെ റിയലൈസ് ചെയ്യുന്നത് പോലെയാണ്. നിങ്ങളുടെ ഒരു വിലയാണ് അവിടെ കാണിച്ചു തരുന്നത്, നിങ്ങളുടെ വാല്യൂ അവർ മനസ്സിലാക്കുന്ന പോലെ. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾ ആണ്. റിലേഷൻഷിപ്പിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഈ പേഴ്സൺ. അതിന് അവർ തയ്യാറാണ്. അതായത് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാണ്. ഇപ്പം അവർക്ക് ഫിനാൻഷ്യൽ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ മീൻസ് അവർക്ക് ഒരു സ്റ്റെബിലിറ്റി ഇപ്പം ഉണ്ട്. അതുകൊണ്ട് റിലേഷൻഷിപ്പിൽ എത്ര നല്ലോണം അവർക്ക് പോസിറ്റീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തോട്ട്സിനെ മൂവ് ചെയ്യുകയാണ്. ഓക്കെ, ഒരു എന്താ പറയുക, പഠിച്ചുകൊണ്ട് പോവുകയാണ് ഈ റിലേഷൻഷിപ്പിൽ. അവർ സ്ലോ ആയിട്ടാണ് പോകുന്നത്, പക്ഷെ ഓരോ പാഠങ്ങൾ എടുത്തെടുത്താണ് പോകുന്നത്. അത് അവർ അത്രയും പഠിക്കുന്നത് കൊണ്ടാണ്. അപ്പം അതെല്ലാം പോസിറ്റീവായിട്ട് തന്നെ എടുക്കുന്നതാണ്. ഞാൻ തുടക്കം പറഞ്ഞത്, നിങ്ങളാണ് അവർക്കൊരു ഡിസിപ്ലിൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ കാരണം ആണ് അവർ ഓരോ സ്നേഹിക്കേണ്ട ഓരോ സ്റ്റെപ്പുകളും പഠിച്ചിട്ടുള്ളത് എന്ന് കാണുന്നുണ്ട്. 8 ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ പ്രസൻസ് അവർക്ക് വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. ഈ പേഴ്സൺ മറ്റു കാര്യങ്ങളിൽ നിന്നെല്ലാം എസ്കേപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഓർമ്മകൾ ഇങ്ങനെ വരുമ്പം, അതുപോലെ നിങ്ങളുടെ ഒരു പ്രസൻസ് അവർ ആഗ്രഹിക്കുമ്പം, അവർ ചെയ്യേണ്ട മറ്റു കാര്യങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ അവരുടെ ചുറ്റിനും സ്നേഹിക്കാൻ ഒരുപാട് പേരുകളുണ്ട്, പക്ഷേ ആ ആളുകളിൽ നിന്നെല്ലാം ഇവർ എസ്കേപ്പായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഒരു ഡിസപ്പോയിൻമെൻറ്റ് തോന്നുകയാണ്. മേ ബി നിങ്ങളിപ്പം ഒരു ഓൺ ആൻഡ് ഓഫ് ഒക്കെ ആണെങ്കിൽ അതായിരിക്കും അവർക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടാകുക. നിങ്ങൾ എവറി ടൈം കൂടെ വേണം എന്നുള്ളൊരു ഫീലാണ് അവർക്ക്. ഓക്കെ, 3 ഓഫ് കപ്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതൊരു സെലിബ്രേഷൻ കാർഡാണ്. നിങ്ങളുമായിട്ട് കൂടുതൽ അടുക്കണം, നിങ്ങളുമായിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് വരണം, കൂടുതലായിട്ട് അടുക്കണം. ആൻഡ് അവർക്കൊരു ഹാപ്പിനെസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടെ വേണം എന്നുള്ള രീതിയിലാണ്. ഓക്കെ, സെലിബ്രേഷൻ്റെ ഒരു കാർഡാണ്. ഇതൊക്കെ നിങ്ങളുടെ പ്രസൻസ് അവർ ആഗ്രഹിക്കുന്നതാണ്. കിങ് ഓഫ് സോഡ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നിങ്ങളുടെ കൂടെ കൂടിയപ്പോഴാണ് അവരൊരു ഡിസിപ്ലിൻ പഠിച്ചത്. അത് ഇവരിപ്പം ഓർക്കുന്നുണ്ട്, നല്ല രീതിക്ക് തന്നെ അവർ ഓർക്കുന്നുണ്ട്. അവർക്കൊരു മെൻ്റൽ ക്ലാരിറ്റി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണിത് എന്നുള്ളതാണ്.
എല്ലാ സത്യങ്ങളും അവർ മനസ്സിലാക്കുകയാണ്. അതായത് ഈ റിലേഷൻഷിപ്പിൻ്റെ സത്യങ്ങൾ അവർ മനസ്സിലാക്കുകയാണ്. നിങ്ങൾ തമ്മിൽ ഇത്രത്തോളം അടുക്കാനുള്ള റീസൺ, അതുപോലെ തന്നെ നിങ്ങൾ വേദനിച്ചിട്ടുള്ള റീസൺസ് ഒക്കെ ഒക്കെ മനസ്സിലാക്കി എടുക്കുകയാണ് അവർ. ഓക്കെ, സ്വയം അവരെ തന്നെ ഉപദേശിക്കുന്ന ഒരവസ്ഥ. അവരുടെ ഫീലിങ്സ് കറക്റ്റായിട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ കൂടെ ഒരു കമ്മിറ്റ്മെൻറ്റ് ആഗ്രഹിക്കുക, സെലിബ്രേഷൻസ് ആഗ്രഹിക്കുക, ഒരു ഫ്രണ്ട്ഷിപ്പാണ് അവർ ആഗ്രഹിക്കുന്നത്. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള അത്രയും ക്ലോസ് ആക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡാണ്. 2 ഓഫ് കപ്സ് ആണിത്. ഇപ്പം നിങ്ങൾ സെപ്പറേറ്റഡ് ഒക്കെ ആണെങ്കിൽ റിയൂണിയനെ കുറിച്ചിട്ട് അവർ റിയൂണിയൻ വേണം, നിങ്ങൾ കൂടെ വേണം എന്നുള്ള ഒരു ചിന്തയാണ്. അവർക്ക് കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അട്രാക്ഷൻ അവർക്ക് വളരെയധികം ഫീൽ ചെയ്യുന്നുണ്ട്. അതൊരു കണക്ഷനാണ്, നിങ്ങൾ തമ്മിലൊരു കണക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. ഇത് 2 ഓഫ് കപ്സ് ആണ്. ഒരാൾക്ക് സ്നേഹം കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ആ സ്നേഹം അയാൾ സ്വീകരിക്കുകയാണ്. ഇനിയിപ്പം ആ സ്നേഹം മേ ബി നിങ്ങളായിരിക്കാം റിലേഷൻഷിപ്പിൽ കൂടുതൽ സ്നേഹം കൊടുത്തിട്ടുള്ള ഒരാൾ. അപ്പോൾ അത് ആ പേഴ്സൺ ഇപ്പോഴാണ് സ്വീകരിക്കുന്നത്. ഇപ്പോഴാണ് അവർക്കൊരു മെൻ്റൽ ക്ലാരിറ്റി കിട്ടുന്നത്. സോ ഇപ്പോഴാണ് അവർ നിങ്ങൾക്കത് തരാൻ തയ്യാറാകുന്നത്. ഓക്കെ, അതാണ് ഈ ഒരു കാർഡ് പറയുന്നത്. സോ ഒരു പാർട്ട്ണർഷിപ്പ്, അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു സ്നേഹം, മ്യൂച്വൽ അട്രാക്ഷൻ ഒക്കെ അവർക്ക് തോന്നുകയാണ്. നിങ്ങൾ മാരേജ് പോസിബിലിറ്റീൻ്റെ ഒക്കെ ഒരു കാർഡാണിത്. അതൊക്കെ അവരുടെ തോട്ട്സ് ആണ് കേട്ടോ. 5 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. ആരോടൊക്കെയോ ഇവർ വഴക്കിടുന്ന ഒരു എനർജി ഉണ്ട്. ഇത് നിങ്ങളുടെ പേരും പറഞ്ഞിട്ട് ആരോടൊക്കെയോ അവർ വഴക്കിടുന്നുണ്ട്. ബിക്കോസ് ഇവർക്ക് ഇപ്പം നിങ്ങൾ തന്നെ വേണം. ആ ഒരു വഴക്കിടുന്ന ആളുകൾ നിങ്ങളെക്കാൾ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ പോലും ആ വ്യക്തികളോട് നിങ്ങളുടെ പേരും പറഞ്ഞാണ് വഴക്കിടുന്നത്. ബിക്കോസ് നിങ്ങളെയാണ് വേണ്ടത്. ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളെയല്ല ഇവർക്ക് വേണ്ടത്. അത് ഇപ്പോഴാണ് അവർ റിയലൈസ് ചെയ്യുന്നത്. ഓക്കെ, ഭയങ്കര കോൺഫ്ലിക്റ്റ് ആയിട്ടാണ് തോന്നുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക് ഈ റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു വരാൻ, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ. പക്ഷെ അത് നെവർ മൈൻഡ് ആക്കിക്കൊണ്ടാണ് ഇപ്പോൾ അവർ പോകുന്നത്. ഈഗോയൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം അങ്ങനത്തെ സംഭവങ്ങളൊന്നും അവർ എടുക്കുന്നില്ല. ഇപ്പം ഈഗോ കാണിക്കുന്നത് നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള തേർഡ് പാർട്ടീസിൻ്റെ അടുത്താണ്. 9 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. 9 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. ഒരുപാട് ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി. നല്ല രീതിക്ക് തന്നെ ചിന്തിക്കുന്നുണ്ട്. അവർക്ക് ഒരു ലാസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ അവർക്ക് എടുത്തേ പറ്റത്തുള്ളൂ എന്നുള്ളൊരു തോട്ടിൽ അവർ എത്തിയിട്ടുണ്ട്. അവർക്ക് അവരെ തന്നെ കെയർ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ അവർ ഭയങ്കര ലോ എനർജിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുമ്പോൾ. ആൻഡ് അതേപോലെ ഭയങ്കരമായിട്ട് ചിന്തിച്ചിരിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ആക്ഷൻ എടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ആളുടെ എനർജിയാണ്. ഹാങ്ഡ് മാൻ ആണ്. ഒരു സ്റ്റക്ക് എനർജിയാണിത്. ഇവർ ആക്ഷൻ എടുക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. ആക്ഷൻ എടുത്തിട്ടില്ല. ഇപ്പോഴും സ്റ്റക്ക് എനർജിയിൽ നിൽക്കുന്നത്. നിങ്ങൾക്കറിയാമായിരിക്കും ആ സിറ്റുവേഷൻ, നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന സിറ്റുവേഷൻ എത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണെന്നുള്ളത്. അപ്പോൾ അതിനെയൊക്കെ ലെറ്റ് ഗോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് കുറച്ച് സ്ലോ ആയിട്ട് അവർ ലെറ്റ് ഗോ ചെയ്യുന്നതേ ഉള്ളൂ. അവർ പോസ് ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പം അവർക്ക് ചേഞ്ച് എന്തായാലും ഉണ്ടാവും. സാക്രിഫൈസ് ചെയ്തേ പറ്റത്തുള്ളൂ എന്നുള്ളതാണ് കാണുന്നത്. അപ്പം നിങ്ങളുടെ ഇടയിലെ പ്രശ്നം എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളതായിരിക്കും ആ പേഴ്സണ്. അപ്പോൾ പേഴ്സണ് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തിറങ്ങി വരിക എന്ന് പറയുന്നത് സാക്രിഫൈസ് ചെയ്യുന്നതിന് സമമാണ്. അപ്പം അതിനർത്ഥം അത്ര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അവരെ തന്നെ ഹീൽ ചെയ്തുകൊണ്ടാണ് വരുന്നത്. അതായത് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് അവർക്കൊരു വേദന ഇല്ലാത്ത രീതിയിൽ അവർക്ക് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ അവരെ തന്നെ ഒന്ന് ഓക്കെ ആക്കി എടുക്കണം. അപ്പോൾ ആ രീതിക്കാണ് അവർ ഡിസിഷൻ എടുത്ത് വരുന്നത്. ദ മജീഷ്യനാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ മാനിഫെസ്റ്റോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവർക്ക് എഫക്റ്റ് ആവുന്നുണ്ട്. അവർ വളരെയധികം നിങ്ങളുടെ അടുത്ത് അട്രാക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. നിങ്ങൾ സ്പെൽ വർക്കോ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അവരെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാനിഫെസ്റ്റോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അവർ വന്നേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ആ പേഴ്സണെ വേണം എന്നുള്ള രീതിയിൽ ആത്മാർത്ഥമായി ഉള്ളിൽ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് അവർക്ക് എഫക്റ്റ് ആവുകയാണ്, അല്ലെങ്കിൽ അവർക്ക് ആ എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം അതായത് അവർ നിങ്ങളിൽ വളരെയധികം നിങ്ങളിൽ അട്രാക്റ്റഡ് ആയി പോകുന്നുണ്ട്. മേ ബി നിങ്ങളുടെ സംസാരമൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ കെയർ ചെയ്യുന്ന ഒരു രീതി അവർക്ക് ഇഷ്ടമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അങ്ങനെ എന്തൊക്കെയോ അവരെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നുണ്ട്. ഓക്കെ, അപ്പം അതൊക്കെ കൊണ്ടാണ് അവർ ആക്ഷൻ എടുത്ത് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നത്. ഒരു ക്ലാരിറ്റി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക്. ഇപ്പോഴാണ് ഒരു സെൽഫ് കോൺഫിഡൻസ് വരുന്നത്. ഏസ് ഓഫ് വാൻഡ്സ് ആണ് അവസാനമായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള കാർഡ്. ഈ ഒരു കാർഡിനകത്ത് ഇതൊരു പുതിയ തരത്തിലേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് ചെയ്യുകയാണ് അവർ. ഗ്രോത്ത് ആക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, അതായത് പുതിയതായിട്ട് പാസ്റ്റിൽ നടന്ന കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഇട്ടിട്ട് ഇതിനൊരു പുതിയ തരത്തിലേക്കാക്കി, പുതിയ കാൽവെപ്പ് എന്ന് വേണമെങ്കിൽ പറയാം, ആ രീതിക്ക് എടുക്കുകയാണ്. അതായത് ഇപ്പം ഓൾഡ് ആയിട്ടുള്ള നിങ്ങളുടെ പേഴ്സൺ, പഴയ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് അത്ര സ്നേഹമൊന്നും തരാത്തൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ
അങ്ങനെ ഇങ്ങനെയൊന്നും സ്നേഹിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ ഇനി നിങ്ങളുടെ അടുത്തോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം തരണം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളെ അതിശയിപ്പിക്കേണ്ട രീതിയിൽ ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഏസ് ഓഫ് വാൻസ് കാണിച്ചു തരുന്നത്. അതൊരു സക്സസ് റീയൂണിയൻ കാർഡ് ആണ് കേട്ടോ. ന്യൂ ബിഗിനിങ് കാർഡാണ്. ഫുൾ കാർഡ് വന്നിട്ടുണ്ട്. അവസാനമായിട്ട് ഞാൻ എടുത്ത ഒരു കാർഡാണ്. ഞാൻ ഏസ് ഓഫ് വാൻസ് കഴിഞ്ഞിട്ട് ഒരു കാർഡ് എടുത്തതാണിത്. അതും ന്യൂ ബിഗിനിങ്ങിൻ്റെ കാർഡാണ്. നിങ്ങളെയും കൊണ്ട് ലൈഫ് ലോങ് കൊണ്ടുപോകണം, നിർത്താതെ പോകണം, മുന്നോട്ടുള്ള കാര്യങ്ങളൊന്നും നോക്കാതെ, പ്രശ്നങ്ങളൊന്നും നോക്കാതെ. ഇത് ഈ പേഴ്സൻ്റെ മുന്നിലുള്ളതൊരു കുഴിയാണ്. ഓക്കെ, അതുപോലെ നോക്കാതെ പേഴ്സൺ ഇങ്ങനെ നടന്നു പോവാണ്. അപ്പം ഈ വ്യക്തി നടന്നു പോവാണ്. അതുപോലെ നിങ്ങളുടെ വ്യക്തിയും മുന്നിലുള്ള പ്രശ്നങ്ങൾ കാണാതെ നിങ്ങളെ കൊണ്ടുപോകും എന്നുള്ള രീതിയിലാണ് ഈ ഒരു കാർഡ്. അപ്പം നിങ്ങളുടെ അടുത്ത് എന്താ പറയുക, അവർ ബാക്കിയുള്ളതിനെയൊക്കെ കണ്ണടച്ച് വിടാൻ പോവാണ്. ന്യൂ ബിഗിനിങ് ആണ്. റിയൂണിയൻ പോസിബിലിറ്റി അഗെയിൻ കിട്ടിയതാണ്. അവരിപ്പോഴാണ് അവരുടെ ലൈഫിനെ ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്, നിങ്ങളെ ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്, നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാൻ വേണ്ടി തുടങ്ങിയത്. അപ്പോൾ അവരുടെ കറണ്ട് ഫീലിങ്സ് നോക്കുന്ന സമയത്ത് കൂടുതലായിട്ടും നിങ്ങളുടെ പ്രസൻസ് നിങ്ങളെ കൂടെ കൂട്ടുക എന്നുള്ളൊരു എനർജിയാണ്. ഓക്കെ, ആക്ഷൻ എടുക്കുന്നത് സ്ലോ ആവുന്നത് അവരെ തന്നെ ഹീൽ ചെയ്ത് വരുന്നത് കൊണ്ടാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ അത്ര സ്ട്രോങ് ആയിരിക്കാം. അപ്പം ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത് കിങ് ഓഫ് കപ്സ് ആണ്. ഇത് ഇമോഷണലി ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ്, കിങ്ങിൻ്റെ എനർജിയാണ്. സോ ഇമോഷണലി ബാലൻസ്ഡ് ആണ്, കൺട്രോൾ ചെയ്ത് വെച്ചേക്കാണ്. ഇപ്പം ഈ ഒരു ഇങ്ങനെ ഇത്രയും സ്നേഹമുണ്ട്, അവർക്ക് ഇങ്ങനെ കൂട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട്, കൂടെ കൂട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഷെയറിങ് കാർഡാണ്, കമ്മിറ്റ്മെൻറ്റ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരാൾ എന്തുകൊണ്ട് പിന്നെ കോണ്ടാക്ട് ചെയ്യുന്നില്ല എന്നൊക്കെ ചോദിച്ചാൽ മനസ്സിലാക്കുക, നിങ്ങളുടെ ഇടയിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ എത്ര സ്ട്രോങ് ആണ്. അതിനനുസരിച്ച് മാത്രമേ നിങ്ങളുടെ പേഴ്സണ് ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പം പോസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഐസൊലേഷൻ പോലെ നിൽക്കുന്ന അല്ലെങ്കിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്ന നിങ്ങളുടെ വ്യക്തിക്ക് സ്ലോ ആയിട്ടാണ് അവർ ആക്ഷൻ ഇങ്ങനെ എടുത്തെടുത്ത് വരുന്നത്. അവർക്ക് റിയലൈസ് വരുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ അവർ ഓരോ പോയിന്റിലൂടെയും ഇങ്ങനെ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി പോവുകയാണ്. ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ വാല്യൂ മനസ്സിലാക്കി തിരിച്ചു വരുന്നതാണ് ഏറ്റവും ബെറ്റർ. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അവർ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി അവർ തിരിച്ചു വരുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ വാല്യൂ അറിയില്ല എന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ പിന്നെയും വേദനിപ്പിക്കും, നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യില്ല, നിങ്ങളുടെ ഇഷ്ടങ്ങളെ നോക്കില്ല. അഗെയിൻ അവരിങ്ങനെ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ നിങ്ങളെ ഇട്ട് പോയിക്കൊണ്ടേയിരിക്കും. അപ്പം അതിനെല്ലാം നല്ലത് നിങ്ങൾ തമ്മിലൊരു കണക്ഷനും കാണുന്നുണ്ട്. സോ യൂണിവേഴ്സിൻ്റെ ഇടപെടലും ആയിരിക്കും. അപ്പോൾ അതിലേറ്റവും നല്ലതെന്ന് പറയുന്നത് അവർ വാല്യൂ മനസ്സിലാക്കി വരുന്നതാണ്. അങ്ങനെയെങ്കിൽ മാത്രമേ അവർക്ക് പെട്ടെന്ന് നിങ്ങൾ പോലും പറയാതെ നിങ്ങളുടെ സങ്കടങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങളടുത്ത് ആത്മാർത്ഥമായി ഈ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്നുള്ളത് നോക്കാം. ഇവരുടെ ലൈഫ് ഇവർക്ക് സ്റ്റോപ്പ് ആയിട്ടാണ് ഫീൽ ചെയ്യണത്. ഓക്കെ, അവർക്ക് ചേഞ്ച് കൊണ്ടുവരാൻ അവർ മാക്സിമം ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് ചേഞ്ചിന് വേണ്ടിയിട്ട് സാധിക്കുന്നില്ല എന്നവർ പറയുന്നത്. ആൻഡ് അതുപോലെ മറ്റുള്ളവരെ പോലെ ആകാൻ അവർക്ക് സാധിക്കുന്നില്ല, നിങ്ങൾ പറയുന്നത് പോലെയുള്ളൊരു പേഴ്സൺ ആകാൻ അവർക്ക് സാധിക്കുന്നില്ല, ഒരു ഡിഫറെൻറ്റ് പേഴ്സൺ ആകാൻ അവർക്ക് സാധിക്കുന്നില്ല. അവർക്കൊരു ക്യാരക്ടർ ഉണ്ടാവുമായിരിക്കും, മേ ബി ആ ഒരു ക്യാരക്ടർ നിങ്ങൾക്ക് അക്സെപ്റ്റ് ആക്കാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കും. അപ്പോൾ അവർക്ക് ഇങ്ങനെ ചേഞ്ച് ആവാൻ സാധിക്കുന്നില്ല, പക്ഷേ അവരുടെ മാക്സിമം അവർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, ഇപ്പം കഴിയില്ല, ഇപ്പം ഒന്നും എടുക്കാൻ കഴിയില്ല, ബിക്കോസ് അവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ. ഓക്കെ, ആൻഡ് നിങ്ങൾ അവരെ ഒരുപാട് ഫോഴ്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സിറ്റുവേഷൻ മനസ്സിലാക്കാതെ നിങ്ങൾ അവരെ ഫോഴ്സ് ചെയ്യുന്നുണ്ട്. സോ മനസ്സിലാക്കുക അവസ്ഥ എന്നുള്ള രീതിയിലും അവരുടെ മനസ്സിൽ നിങ്ങളടുത്ത് അവർ പറയുന്നുണ്ട്. അവർക്ക് പേടിയാണ്, ഇനിയൊരു ഡിസിഷൻ എടുക്കാൻ അവർക്ക് പേടിയാണ്. ബിക്കോസ് അവർ തോറ്റുപോവാണ്. ഓരോ ഡിസിഷൻ എടുക്കുമ്പോഴും അവർ തോറ്റു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം അവർ നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത് അവർക്കൊരു എക്സ്പീരിയൻസ് ആയിരിക്കാം. അതായത് അവർ വന്നു, അവർ വിചാരിച്ചതുപോലെ കുറച്ച് അധികം നാൾ നിൽക്കാൻ പറ്റിയില്ല, തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നു, അവർക്ക് വേദനിക്കേണ്ടി വന്നു, നിങ്ങൾക്ക് വേദനിക്കേണ്ടി വന്നു, നിങ്ങളെ വേദനിപ്പിക്കേണ്ടി വന്നു. സോ അവർക്ക് പേടിയാണ്. ഇനിയും തീരുമാനമെടുത്ത് ഇതെല്ലാം തുറന്നു കാണിച്ച് മീൻസ് നമുക്കിവിടെ ഒരു ബോട്ടം ഓഫ് ദ ഡെക്ക് അവരുടെ ഫീലിങ്സ്, ഒരുപാട് ഫീലിങ്സ് ഉണ്ട്, പക്ഷെ ആ ഫീലിങ്സിനെ അവർ ഹൈഡ് ചെയ്ത് വെക്കുന്ന എനർജിയാണ് കിങ് ഓഫ് കപ്സ് എന്ന് പറയുന്നത്. കപ്പിൽ എനർജിയും പിടിച്ചിട്ട് അവരൊരു വലിയൊരു കടലിൻ്റെ നടുവിൽ ഇങ്ങനെ ഇരിക്കുന്നതാണ്. അത് കൺട്രോളിങ് ആണ്, ഫീലിങ്സിനെ വെച്ചിട്ട് ഇരിക്കുകയാണ് അവർ.
അപ്പോൾ അങ്ങനെ ഇരിക്കാനേ പറ്റത്തുള്ളൂ. അതിങ്ങനെ പുറത്ത് കാണിച്ച് പിന്നെയും വന്നു കഴിഞ്ഞാൽ, സിറ്റുവേഷൻ ഇനിയും വന്നു കഴിഞ്ഞാൽ എന്താകും എന്നുള്ളൊരു പേടി അവർക്കുണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് നിങ്ങളെ ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നതെന്ന് അറിയില്ല. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് നിങ്ങളിൽ തന്നെ വന്ന് പെട്ടത് എന്ന് അവർക്കറിയില്ല. അതായത് നിങ്ങളിപ്പം മേ ബി നിങ്ങൾ ഈ പേഴ്സണലി സ്ട്രക്കായി പോയിട്ടുണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ചിന്തിച്ചതുപോലെ തന്നെ ഇപ്പം ഈ വ്യക്തി ചിന്തിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത്ര അട്രാക്റ്റഡ് ആവുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ തന്നെ ആയിപ്പോയത്, അല്ലെങ്കിൽ എന്തിനാണ് അവർ ഞാൻ തന്നെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നത് എന്നൊക്കെയുള്ളത് അവരിങ്ങനെ ചിന്തിക്കുകയാണ്. അവർക്കും ഒരുപാട് ഉത്തരം കിട്ടാത്ത ക്വസ്റ്റ്യൻസ് അവരുടെ ഉള്ളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മേ ബി നിങ്ങൾ കോൺവെർസേഷൻസ് വരികയാണെങ്കിൽ ഓപ്പൺ ആയിട്ട് വളരെ സ്നേഹത്തോടെ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടുപേർക്ക് രണ്ടുപേരുടെ മനസ്സറിയാൻ സാധിക്കുന്നുള്ളതാണ്. ഓക്കെ, അതൊരു ഗൈഡൻസ് ആണ്. സോ നിങ്ങളുടെ പേഴ്സൺ എനർജി നോക്കുമ്പം സ്റ്റക്കഡ് ആണ്. പക്ഷെ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരുപാട് സ്നേഹമുണ്ട്, ഫീലിങ്സ് ഉണ്ട്. പക്ഷേ മുന്നോട്ട് ഇനിയും എടുത്തു കഴിഞ്ഞാൽ പഴയതുപോലെ സിറ്റുവേഷൻസ് വരുമോ എന്നുള്ളൊരു പേടി, അല്ലെങ്കിൽ ഇനിയും തോറ്റു പോകും എന്നുള്ളൊരു വിചാരത്തിൽ മാറി നിൽക്കുന്നൊരു ഇതാണ് ഇവിടെ കാണിച്ചു തരുന്നത് കേട്ടോ. പക്ഷെ അവർ ആക്ഷൻ എടുക്കും, ബിക്കോസ് അവരിപ്പം സെൽഫ് കോൺഫിഡൻസ് ആയി എന്നുള്ളതാണ്. അപ്പോൾ വളരെ പോസിറ്റീവായിട്ടിരിക്കുക. അത് നിങ്ങൾക്ക് അവർ വേഗം വരണം എന്ന് ആഗ്രഹമൊക്കെ ഉള്ളവരാണെങ്കിൽ വളരെ പോസിറ്റീവായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക, വളരെ പോസിറ്റീവായിട്ടിരിക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്കുള്ള റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.